ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ആര്യ താമരപ്ലീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇത്ര വിസ്തരിച്ച് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. കാരണം ഞാൻ എണീറ്റ് മുതലുള്ള ആ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വിസ്തരിച്ച് എന്താ പറയുക, ലാവിഷായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് എനിക്ക് തോന്നണേ ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു ബെഡൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഹാളിൽ ഇപ്പോൾ ഇവിടെ അമ്മ അച്ഛനൊന്നുമില്ല, അവർ ഒരു കോഴിക്കോട് അങ്ങനെ സ്ഥലത്തേക്ക് പോയിക്കാണ് കേട്ടോ ഒരു ആവശ്യത്തിന്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് റൂമിലാണ്. അപ്പോൾ നേരമൊക്കെ വെളുത്തങ്ങനെ വരണേ ഉള്ളൂ. അപ്പോൾ ഇന്ന് യദുവേട്ടന്, അപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് യദുവേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വെളുപ്പിന് അമ്പലത്തിൽ പോണില്ല. എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു 8 മണി 8:30 ആകുമ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോണേ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ ചിന്തയിലാണ്, എന്തുണ്ടാക്കും, എന്ത് വേണം എന്നൊക്കെ ഒരു ചിന്തയിലാണ്. ഫൈനലി ഞാൻ ദോശയും ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം യദുവേട്ടന് ഉള്ളിക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും എളുപ്പം അതാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനപ്പോൾ ഇന്ന് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാക്കണം, ഇന്നത്തെ മെനു എന്താണ്, അതൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ എൻ്റെ വെള്ളം കുടിയും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇന്നും രാവിലെ ഇട്ടാ കുടിക്കാറ്. അത് പച്ചവെള്ളമല്ല, ഇളം ചൂടുവെള്ളം ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശക്കല്ല് വെച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം പതുക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ദോശപാത്രം ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുക ആക്ച്വലി. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് തന്നെ അരച്ച് വെക്കാറുണ്ട് ദോശ കേട്ടോ. ഇവിടെ ദോശ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ദോശ ഇഡലിയൊക്കെ. ഞങ്ങൾ ഒരു നേരം മാത്രമേ ചോറുണ്ണാറുള്ളൂ എല്ലാവരും കേട്ടോ. ബാക്കി ദോശ ഇഡലി അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ പലഹാരങ്ങളോടാണ് രാത്രിയും രാവിലെയൊക്കെ താല്പര്യം. അപ്പോൾ ഞാൻ യദുവേട്ടന് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഉള്ളിക്കറിയും. അപ്പം ഞാൻ രാവിലെ സ്മൂത്തിയാണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട, യദുവേട്ടന് മാത്രമേ വേണ്ടൂ രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ യദുവേട്ടന് മാത്രമുള്ള ഉള്ളിക്കറിയും പിന്നെ ദോശയും ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാണേ. അപ്പോൾ നല്ല നോൺ സ്റ്റിക്ക് പാനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല 3 ലെയറിൻ്റെ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അധികം ഇളകി വരുമൊന്നുമില്ല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊരിഞ്ഞ ദോശയാണ് താല്പര്യം. പക്ഷെ മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടെ അമ്പലത്തിൽ നിന്ന് എപ്പോഴാണ് കഴിക്കാൻ പറ്റുകയെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം ഉണങ്ങി പോകും ഏകദേശം. എന്നാലും കുഴപ്പമില്ല, ഫുഡ് കഴിക്കണമല്ലോ. കറക്റ്റ് ടൈമിൽ ഇതുവരെ ഫുഡ് കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ. ബെഡ്റൂം അങ്ങനെ ഫുള്ളായിട്ട് ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബ്ലൂ ഡ്രസ്സ് ഉണ്ട്, ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടത്. അപ്പോൾ എൻ്റെ കോൺവൊക്കേഷൻ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അതേ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റില്ല, അമ്പലത്തിൽ പോകണതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആവാറായിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സൺസ്ക്രീനാണ് ഇടുന്നത്. ഞാൻ പറയണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അപ്പോൾ സൺസ്ക്രീനാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത്. ആസ് യൂഷ്വൽ UV ഡോക്സ് തന്നെയാണ് കേട്ടോ സൺസ്ക്രീൻ. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു കുറച്ചൊരു ഫൗണ്ടേഷൻ്റെ ഇത്തിരി ഇടാമെന്ന്. സാധാരണ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഇപ്പോൾ ഇടാറില്ല, കാരണം സ്കിന്നാകതായിട്ട് വരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഒരു സർപ്പദൈവങ്ങളെയൊക്കെ തൊഴാൻ പോകണം അപ്പുറത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഏതായാലും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഫൗണ്ടേഷനൊക്കെ ഇട്ടൊന്ന് സെറ്റായിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനും ഇട്ടിട്ടുണ്ട് കേട്ടോ മുഖത്ത്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും, ഞാൻ ഫൗണ്ടേഷൻ മിക്കതും കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാറ്. എനിക്ക് എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ ഞാൻ സ്പഞ്ച് യൂസ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ സ്പഞ്ച് യൂസ് ചെയ്യാറില്ല. എനിക്ക് കൈ തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ ഫേസിലേക്ക് കറക്റ്റ് എനിക്ക് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും.
അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു കോമ്പാക്റ്റ് ലൈറ്റായിട്ടൊരു കോമ്പാക്റ്റ് ഇട്ടിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണെഴുതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു കണ്ണെഴുതണൊരു വീഡിയോ എടുക്കണേന്ന്. അപ്പോൾ ഞാനത് ഷുവറായിട്ട് ഞാനതൊരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. വലിയ ക്യാമത്തൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നൈസായിട്ട് കണ്ണു എഴുതും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ഒരു ലിപ് ഗ്ലോസ് ടൈപ്പും ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫേസ്. ഇനി നമുക്ക് പൊട്ട് തൊടണം. പൊട്ട് അപ്പോൾ ഞാൻ ബ്ലാക്ക് പൊട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കേട്ടോ തൊട്ടത്. അപ്പോൾ എനിക്ക് പൊട്ടൊക്കെ തൊടാൻ ഇഷ്ടമാണ്. ഇപ്പോൾ എന്നല്ല, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരിക്കുമ്പോൾ വലിയ പൊട്ടാ തൊട്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് അത്ര വലിയ പൊട്ട് തൊടണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ ഇതെൻ്റെ നെയിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിപ്പോൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് നെയിലൊക്കെ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇനി മുടിയൊക്കെ കെട്ടണം. മുടി അഴിച്ചിട്ട്, അപ്പോൾ ഈറനാണ് മൊത്തം, കാരണം കുളിച്ചിറങ്ങിയല്ലേ ഉള്ളൂ. അപ്പം മുടി ഈറനാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു കുളിമേടയൊക്കെ മെടഞ്ഞിട്ട് പോകാം. അപ്പോൾ അതിന് മുൻപ് കമ്മലിടണം. അപ്പോൾ ഈ കമ്മൽ എനിക്ക് രാജി ചേച്ചി തന്ന കമ്മലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മുൻപ് തന്നതാണ്, എൻ്റെ ബർത്ത്ഡേക്ക് എങ്ങാണ്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മൽ. എൻ്റെ എന്തോ ഒരു ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ എന്തിനോ വേണ്ടി തന്നാണ് രാജി ചേച്ചി. ഒന്നാമത്തെ എനിക്ക് ജിമുക്ക പ്രാന്താണ്. ഈ കൊട്ടക്കമ്മൽ എന്ന് വെച്ചാൽ എനിക്ക് പ്രാന്താണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിമുക്ക, കൊട്ടക്കമ്മൽ, അങ്ങനെ വലിയ ടൈപ്പ് കമ്മലൊക്കെ എനിക്കിഷ്ടമാണ്. കാരണം വലിയ മുഖമായതുകൊണ്ട് എനിക്ക് ഓൾറെഡി വലിയ പൊട്ട് വലിയ കമ്മലൊക്കെ ചേരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഒരു ജിമ്മിക്കൊക്കെ ഈ രാജേച്ചി അന്ന് ഈ ജിമ്മിക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് രാജേച്ചി ഉണ്ട് കേട്ടോ കൂടെ. രാജേച്ചി ഇല്ലാണ്ട് ഒരു കളിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാ ജിമ്മിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി സ്മൂത്തി ഉണ്ടാക്കി കേട്ടോ. കാരണം സ്മൂത്തി ഞാനൊരു 8:30യുടെ ഉള്ളിൽ കഴിക്കാറുണ്ട് നിർബന്ധമായിട്ടും. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും, എന്തായാലും ഒരു 9:30-10 ആവും വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്മൂത്തി എടുത്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഫൈനലി നമ്മൾ അമ്പലത്തിൽ ഞാനൊരാഴ്ച അമ്പലത്തിലെത്തി. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, നല്ല ക്യൂ ആണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇത് ഗുരുവായൂർ അമ്പലനടയിലെ ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയും തൊഴുതു, ഞാൻ ഒരാഴ്ചയും കൂടെ അവിടെയും തൊഴുതു കേട്ടോ. നല്ല തിരക്കാണേ, നല്ല വെയിലും ഉണ്ട് ഇപ്രാവശ്യം. രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ഉച്ചവെയിൽ പോലത്തെ വെയിലാണ്, നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഇന്ന് കണ്ടോ, സൺഡേ ഒക്കെ ഇങ്ങനെ ക്യൂ ആയിരിക്കും. ഇനിയിപ്പോൾ കളഭമൊക്കെ വരികയാണ്, അപ്പോൾ അതിലേറെ ക്യൂ ആയിരിക്കും ഗൈസ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ നേരെ സർപ്പദൈവങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സർപ്പത്താന്മാരുണ്ട്, അപ്പോൾ അവരെയും കൂടി ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് നീ ഇതുവരെ മുല്ലപ്പൂവൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതിൽ കൂടെ തന്നെ, ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് സർപ്പദൈവത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റും. അപ്പോൾ എന്ന് വിചാരിച്ചു ഇന്ന് അവിടെയും കൂടി തൊഴാമെന്ന്. കാരണം പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ടും വലിയ തിരക്കില്ല, ക്ലാസ്സുകളൊക്കെ വൈകുന്നേരമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനൊരാഴ്ചയും കൂടിയിട്ട് ഇവിടെയും കൂടിയും തൊഴാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ സർപ്പദൈവങ്ങളുടെ സ്ഥലമാണ് കേട്ടത്. അപ്പോൾ ഞാനൊരാഴ്ചയും കൂടി ഇവിടെയും കൂടിയും തൊഴുതു കേട്ടോ ഗൈസ്. കഴിക്കണത് എന്താണെന്നറിയോ, നല്ല പപ്പടവും പഴവും. അപ്പം അതിൻ്റെ മേലെ എൻ്റെ കണ്ണൻ്റെ അമ്പലപ്പുഴ പാൽപ്പായസം കൂടി ഒഴിച്ചങ്ങ് കഴിക്കുകയാണ് കേട്ടോ. ഇതുമായിട്ട് ഉച്ചയ്ക്ക് വരുമ്പോൾ കൊണ്ടുവന്നതാണേ. സത്യം പറയാലോ, എനിക്കിന്ന് പായസം കഴിക്കാൻ നല്ലൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ അത് കണ്ണൻ കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ എനിക്കത് സാധിച്ചു തന്നു. അപ്പോൾ എനിക്കിങ്ങനെ പപ്പടവും പഴവും കൂട്ടിയിട്ട് ഈ പായസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ഇന്ന് പായസത്തിന് നല്ല ടേസ്റ്റ്, പതിവില്ലാത്ത നല്ല കുറുക്കിയ പായസമായിരുന്നു കേട്ടോ ഇന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അയ്യോ, സാധാരണ ചിലപ്പോൾ ഒരു ടേസ്റ്റ് കുറവൊക്കെ തോന്നും, പക്ഷേ ഇന്ന് അടിപൊളിയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് അത് നല്ലൊരു പിടിച്ചു ഗായ്സ്, അടിപൊളി. സോ ഗായ്സ്, അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയം ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്ക് തീരെ വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു തലകറക്കം പോലെയൊക്കെ വന്നു. എനിക്ക് തോന്നണേ ഗ്യാസ് കയറിയിട്ടോ അങ്ങനെ എന്താണെന്ന് തോന്നണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചക്കലത്തെ യദുവേട്ടൻ വന്നു, ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു, ഞാനും കഴിച്ചു.
അപ്പോൾ അത് ചുമ്മാ ഹാളിൽ കിടക്കുകയാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, 4 മണി കഴിയുമ്പോൾ പോകണം. അത് കഴിഞ്ഞ് പാട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതുവരെ ചുമ്മാ വെറുതെ ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം മിക്കവാറും ഞാനല്ല, എൻ്റെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടാവും. ഉത്സവത്തിനായിരിക്കും, അറിയില്ല. ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഡേറ്റ് കിട്ടണ പോലെ പ്രോഗ്രാം ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല പ്രാക്ടീസ് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ നല്ലപോലെ ചീത്തയൊക്കെ പറയും എല്ലാവരെയും. കാരണം നല്ല പ്രാക്ടീസ് ഇല്ലെങ്കിൽ, കാരണം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ഇല്ലാതിരുന്നാൽ ആകെ കുഴപ്പമാവും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല കണക്കവരെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്യിപ്പിക്കാറ്. അരമണ്ഡലവും എല്ലാം നിൽക്കാനൊക്കെ ഒരു ഇതാണ്. ഇപ്പോൾ ഒരുവിധം ശരിയായി വരികയാണ് കേട്ടോ എല്ലാവരും. ഇനി ഒരുപാട് ശരിയാവാനുണ്ട്. അപ്പോൾ നല്ല തകൃതിയായിട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതേ. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. താനെ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിൻ തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന കൃപകാലിലുള്ള ചിലങ്കയും താണു കൈ തൊഴനാകണം. കൃപകാലിലുള്ള ചിലങ്കയും ഉഗ്രമായൊരു രൂപമേ വേദാളകണ്ഠ നിവാസിതേ. മൂടമാടിയിലമ്മേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ലമ്മേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. ശിരസു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. മൂടമാടിയിലമ്മേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മൂടമാടിയിലമ്മേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ പാട്ട് ക്ലാസ്സും തുടങ്ങിയായിരുന്നു. ഇന്നപ്പോൾ വൈകിട്ടാണ് കേട്ടോ പാട്ട് ക്ലാസ് വെച്ചത്. അപ്പോൾ അതിൻ്റെയും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുട്ടികളെല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ, ഇനിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളവരെ വെച്ചിട്ട് ഞാൻ എന്താ പാട്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഓരോ പുതിയ പാട്ടൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ പാടി പറഞ്ഞൊക്കെ കൊടുക്കുകയാണ് കേട്ടോ.
തെറ്റാ, പിച്ച് തെറ്റാ. നോക്കിയ ശ്രീഗണനാഥ സിന്ദൂര വർണ്ണ കരുണ സാഗര കരിവദന. ഒതുക്കി പാട്. 3 സ്റ്റാർ. ശ്രീഗണനാഥ സിന്ദൂര വർണ്ണ കരുണ സാഗര കരിവദനാലം ബോധര ലഘുമികര അംബാസുത അമര വിനോദലം ബോധര ലഘുമികര ഗഗ പാപ ദപ സാ സാ രി സാ ദ ദപ ദപ ഗഗരി ഗഗ ദ സാ ദ ദപ ഗഗരി ഗഗ ദ പ ഗഗരി സാ ഗഗ ഗഗരി ഗ പ ഗ പാപ ഗഗ ദ പ ഗ പ ദ സാ സാ ഗഗരി രി സാ സാ ദ സാ ദ ദ ദ പ ദ ദ സാ ദ പ ദ പ ഗഗരി സാ. തെറ്റിക്കല്ലേ? ഗരി പഗരി ശ്രുതി പോലെ വരവീണ മൃദുപാണി വനരുഹലോചനറാണി വേണി നിരുപമ ശുഭഗുണലോല നിരജയ പ്രദശീല വരദാ കാഞ്ചിത ഫലദായകി സരസീജ സനജനനി ജയ 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 വാണി. പാ സാ പാ സാ ശരി ശരി. സോ ഗൈസ്, അപ്പം എൻ്റെ പാട്ട് ക്ലാസ്സും കഴിഞ്ഞിരിക്കുകയാണ്. വന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ. ആകെ ഒന്ന് ടയേർഡായി. അല്ലെങ്കിലും സാറ്റർഡേ സൺഡേ ഒരുവിധം എല്ലാ ദിവസവും തിരക്കാണ്. ഓൺലൈൻ ക്ലാസ്സുകളും മ്യൂസിക് ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സസ് എല്ലാം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി എനിക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ട് പാട്ടൊക്കെ. ഭാരമണിഞ്ഞ പുഞ്ചികൂരഭംഗിയും പുഞ്ചിരി ചേർന്ന കൃപ പൂർണ്ണകടാക്ഷങ്ങളും അഞ്ജിതവർണ്ണമാല അഞ്ജിതവർണ്ണമാല ഘരകൗസ്തുഭങ്ങളും അഞ്ജിതവർണ്ണമാല ഘരകൗസ്തുഭങ്ങളും പൊൻചിലമ്പും പാദവും പൊൻ
പൊൻചീലമ്പും പാദവും പൊൻചീലമ്പും പാദവും ഭുവനമതര ഹൃദി മമ കരുതുന്നേ പൊൻചീലമ്പും പാദവും പൊൻചീലമ്പും പാദവും ഭുവനമതന ഹൃദി മമ കരുതുന്നേ കരുണ ചെയ്വാനിന്ദു താമസം കൃഷ്ണ കരളീന കൈയേ തോഴുന്നേ കൃഷ്ണ. ആക്ച്വലി ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കളഭത്തിന് ഞാൻ കരുണ ചെയ്യുവാൻ പാടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ തെറ്റൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ പഠിക്കണേ ഉള്ളൂ. ഇത് മുന്നേ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണൊന്ന് പാടി നോക്കണത് ഗൈസ്. അപ്പോൾ അതാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനി അടുത്ത പാട്ട് നോക്കാം. അടുത്ത എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് സുരുട്ടി രാഗത്തിലെ അരൽശര പരിതാപം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊന്ന് നോക്കി നോക്കാം. ജലജ ബന്ധുഭൂമിഹ ജലദീലാടയുന്നോ ജലജ ബന്ധുഭൂമിഹ ജലദീലാടയുന്നു മലയമാരുതമേറ്റു മമ മനമതിതരാബദവിവശമായി സഖി അരശര പരിതാപം ചൊൽവതിൻ അളിവേണി പണി വാളേ വാളേ. ശരിയായിട്ടില്ല എന്ന്. വളരുന്നു ഹൃദി മോഹം എന്നോ ഹൃദി മോഹം എന്നോമലേ തളരുന്നു മാമ ദേഹം കുസുമ വാടിക അതിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല കാര്യം. എനിക്ക് ഇത്ര അറിയത്തുള്ളൂ. പ്രാക്ടീസ് ചെയ്യണം നല്ലപോലെ. ഞാൻ ചില പാട്ടുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്യണേ ഉള്ളൂ സത്യത്തിൽ. ഇനിയും പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാനുണ്ട്. ടൈമില്ല. ഓക്കെ, അപ്പം നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ ഞാൻ ഇനി എൻ്റെ പാട്ട് കേട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് എന്നാൽ പതുക്കെ അവസാനിപ്പിക്കട്ടെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. പതിവ് പോലെ ഫുഡ് ഉണ്ടാക്കണം. ഇന്ന് മിക്കവാറും ഉപ്പുമാവ് എങ്ങാനും ആയിരിക്കും, നോക്കട്ടെ. അല്ല, കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു അമ്മ. അപ്പോൾ ഇന്ന് രാത്രി അപ്പോൾ കപ്പയാണ് എല്ലാവർക്കും. കപ്പയും ചമ്മന്തി ആയിരിക്കും. അപ്പോൾ ഞാൻ കഴിക്കണില്ല കപ്പ. ഒന്നാമത്തെ മണ്ണിൻ്റെ അടിയിലത്തെ ഒന്നും കഴിക്കരുത് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഡയറ്റ് ആയതുകൊണ്ട്, കിഴങ്ങല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ടാവില്ല. എനിക്ക് വിശക്കണമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ, എനിക്കൊന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങണം. അത് കഴിഞ്ഞ് നാളെ എനിക്ക് രാവിലെ എണീക്കണം. നാളെ എന്താ വെച്ചാൽ വെളുപ്പിന് അമ്പലത്തിൽ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നാളെ എന്താ രാവിലെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം.
അപ്പോൾ വേറെ ഒന്നുമില്ല ഗായ്സ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വ്ളോഗ് കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. അപ്പോൾ ഈശ്വരൻ സഹായിച്ച എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും അനുഗ്രഹം കൊണ്ടും എനിക്ക് 3K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. വെരി ഹാപ്പി, ഐ എം വെരി വെരി ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്യണേനും. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ഇപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും ഞാൻ പറയാം, എല്ലാവരും ഞാൻ വ്ളോഗ് ഇടാൻ വൈകി അപ്പം ചോദിക്കുമോ എന്താ ചേച്ചി വ്ളോഗ് ഇടാൻ വൈകിയത്, ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞൊരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ ഒരാളെങ്കിൽ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ, ഞാൻ അത്രേ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സൂപ്പറായിട്ട് വ്ളോഗ് എടുക്കാനും നല്ല ഹൈടെക് ക്യാമറ വെച്ച് വ്ളോഗ് എടുക്കാമെന്ന് എനിക്കറിയില്ല. ഞാനിതൊരു ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. അപ്പം എൻ്റെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ എനിക്കിപ്പോൾ 3K ഒക്കെ ആയ ഇതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നോക്കട്ടെ, ഇനി നല്ല രീതിക്കൊക്കെ യൂട്യൂബ് ചാനൽ വളരുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് വ്ളോഗൊക്കെ ചെയ്ത് ഒത്തിരി കൂടി നന്നായിട്ട് എഡിറ്റ് ചെയ്യണം. എനിക്ക് എഡിറ്റിംഗ് ഒന്നും അധികം അറിയില്ല, ഞാൻ പഠിച്ച് വരണേ ഉള്ളൂ. എല്ലാം ഓരോരുത്തരുടെ വീഡിയോസും കണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഓരോന്ന് ഇതാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നോക്കാം, ഇനിയിപ്പോൾ നല്ല രീതിക്കൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ നമുക്ക് നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കണം, അങ്ങനെയാണ് ആഗ്രഹം. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ എന്തായാലും അപ്പോൾ വേറെ ഒന്നുമില്ല ഗായ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒന്ന് യൂട്യൂബ് ചാനൽ എൻ്റെ അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അത്യാവശ്യം ബോറടിക്കണില്ലെങ്കിൽ ഒന്ന് കാണാൻ പറയുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഞാനിതവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ദിസ് ഈസ് ആര്യ താമരപ്പള്ളിസ് വ്ളോഗ്. ഗുഡ് നൈറ്റ് ഗായ്സ്, ബൈ ബൈ.